സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചാനലിലത്തെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ അന്ന് നമ്മൾ ഒരു ഫിഷ് ടാങ്ക് ടൈക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമായിട്ട് വന്നിട്ടുണ്ട് റോബ്ലോക്സിൽ. അപ്പോൾ നമുക്ക് ഈ ഗെയിം എന്താണെന്നൊക്കെ നോക്കി നോക്കാം. നമ്മുടെ കയ്യിൽ ഇതാ ഒരു വലിയ ടാങ്ക് ഉണ്ട്, നമ്മുടെ പേരും ഫോട്ടോയും ഇതിൽ എഴുതിയിട്ടുമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ റെഡിയാക്കാൻ നോക്കും. അപ്പോൾ ഗൈസ്, നമുക്കിത് അവിടെ ഒരു പോണ്ട് ഉണ്ട്, നമുക്കത് നീന്താനൊക്കെ പറ്റും. നമുക്കപ്പോൾ ഫസ്റ്റ് ഒന്ന് ചൂണ്ടിട്ട് നോക്കാം എങ്ങനെയാണ്. വെയിറ്റ് ഫോർ ബൈറ്റ്. നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു. നമുക്കൊരു മീനിനെ കിട്ടി, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നമ്മുടെ ടാങ്കിക്ക് ഇതിനെ കൊണ്ടുപോയിടാൻ പോവാണ്. ഡെപ്പോസിറ്റ് ടാങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. ആ മീനവിടെ? മീനെ കാണാനില്ല, ചെറിയ മീനായോണ്ടായിരിക്കും. കളക്ട് മണി. ഓ, സ്റ്റീലെ ബ്രെയിൻ റോഡ് എന്ന് പറഞ്ഞ ഗെയിമില്ല, അതിൽ നമ്മൾ ഓരോ ബ്രെയിൻ റോട്ടിനെ വാങ്ങിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ സെക്കൻഡിൽ പൈസ കിട്ടും എന്നുള്ള സംഭവമില്ലേ, ആ സംഭവം തന്നെ ഒരു ഫിഷിംഗ് വേല ആക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അടുത്ത മീനെ പിടിക്കാൻ പോവാണ്. അടുത്ത നമ്മളൊരു യൂണിക് ഫിഷിനെ പിടിച്ചിട്ടുണ്ട്, ഒരു യെല്ലോ കളറിൽ. ഇവിടെ എന്താ ഫിഷ് ഇൻഡെക്സ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നോർമൽ, ഹ്യൂജ്, ജയന്റ്. നമ്മുടെ ഏതെങ്കിലും മീനിനെ കാണാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാണാനില്ല. നമുക്കിവിടെ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബൈറ്റ്സ്. മീനിൻ്റെ തീറ്റ വാങ്ങാൻ പറ്റും, പിന്നെ ചുണ്ട വാങ്ങാൻ പറ്റും. നമുക്കിത് കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കാം ഇവിടെ എന്തൊക്കെയുള്ളതെന്ന്. എന്താണ് സെൽ ഫിഷ് ഇൻ ഹാൻഡ്, സെൽ ഫിഷ് ഇൻ ഇൻവെൻട്രി. നമുക്ക് ആ ആവശ്യമില്ലാത്ത മീനുകളെ വിൽക്കും ചെയ്യാം ഗൈസ്. എന്താണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് മീൻ പിടിക്കാം. നമ്മളത് എല്ലാം ടാപ്പ് ചെയ്ത് കൊടുക്കുക. $25 ഒരു മീൻ. $25 അതിൻ്റെ വാല്യൂ ആണോ അതോ $25 പെർ സെക്കൻഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. നമുക്കിപ്പോൾ അതാ 2.32K ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തീറ്റ ഈ റിവർ ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ട്. നമ്മൾ ചൂണ്ടിട്ട് 117. നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ നല്ലോണം കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 2K ഇപ്പം തന്നെ കിട്ടി. അപ്പോൾ ഗൈസ്, നമ്മളത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളതിൽ ഒരു 2K ആണ്. ഇത് പിടിച്ച് ഞാൻ ഒരു 5K ആക്കാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 5K എന്ന് പറഞ്ഞിട്ട് 10K ആയി. അധികം ഫിഷിനൊന്നും പിടിച്ചില്ല, 2 ഫിഷിനെ മാത്രമേ പിടിച്ചുള്ളൂ. പക്ഷേ എന്താണ് ഔട്ട് ഓഫ് ബൈറ്റ്, ബൈ മോർ ഫ്രം ദ ഷോപ്പ്. അതായത് തീറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരും. നമ്മളിത് 8K വാങ്ങിയിട്ടുണ്ട്. നമ്മളതിലുള്ള ആൾമോസ്റ്റ് പൈസ കഴിഞ്ഞു. 3K ആയി. 4K ഒരു ഫിഷ് കിട്ടി ഗൈസ്, പക്ഷെ അതിനെ വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ക്യാപ്ചർ റോബുക്സ് കൊടുക്കണം. തീറ്റയും കഴിഞ്ഞു. അപ്പോൾ ഇത് 1 ടൈം യൂസ് ആണോ? നമ്മളിതായി 1.8K ഒന്ന് വാങ്ങി. എന്തായാലും ഈ വലിയ മീനെ കിട്ടില്ല. നല്ലോണം ടാപ്പ് ചെയ്യാം.
അപ്പ് ചെയ്തു. നമുക്ക് ചെറിയ ഏതെങ്കിലും മീനിനെ തന്നെ പിടിക്കാം. 160ൻ്റെ ഒരു മീനിനെ കിട്ടി. അതിനെ നമ്മൾ വലിച്ചെടുത്തു. ഗൈസ്, ഈ വീഡിയോൻ്റെ ഒരു ടാർഗറ്റ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലൈക്കാണ്. അപ്പോൾ അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനോടി നോക്കുക. നമ്മൾ റോഡ് എന്ന് പറയാനൊന്നുമില്ല, 0 സബ്സ്ക്രൈബേഴ്സാണ്. എന്തായാലും ഈ വീഡിയോ തീരുമ്പോഴേക്കും ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ 25K ആയി. ഒരു 50K ഒക്കെ ആകുമ്പോഴേക്കും വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി എന്ന് കൃത്യമായിട്ട് അറിയില്ല. നോക്കാം, ഇനി കട്ട് ചെയ്ത് വരുമ്പോഴേക്കും കുറയും. നമ്മുടെ കയ്യിൽ എത്ര മീനുകളൊക്കെ കാണിച്ചു തുടങ്ങി. മുകളിലല്ലേ കാണിക്കുക. നേരത്തെ ഞാൻ മുകളിലേക്ക് നോക്കിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമുക്കെന്തായാലും കുറച്ച് മീനുകളെ സെല്ല് ചെയ്യാം. ഗൈസ് 30K ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും തീറ്റ വാങ്ങാൻ പോവാണ്. 8K വാങ്ങി. എന്നിട്ട് നമ്മളിതാ ഫിഷിംഗ് റോഡ് എടുത്തിട്ട് ഫിഷ് ചെയ്യട്ടു. 1 പോയിന്റ് മറ്റേതിന് കിട്ടി, പക്ഷെ ഇത് വാങ്ങുമ്പോൾ വലിയ ഫിഷിനെ കിട്ടണം. അപ്പോൾ ആ വലിയ ഫിഷിനെ നമുക്ക് പിടിച്ചെടുക്കാനും പറ്റുള്ളൂ. അത് എങ്ങനെയെന്ന് മനസ്സിലാവണില്ല. ഇത് ഭയങ്കര ചെറിയ മീനാണ്. അതൊന്നും കാര്യമല്ല. അതെന്തായാലും മീൻ കൂടാം. 164ൻ്റെ കിട്ടി. പക്ഷെ അത് വലിച്ചെടുക്കാൻ തന്നെ നല്ല പണിയാണ്. നമ്മളെന്തായാലും മാക്സിമം നോക്കുന്നുണ്ട്. നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ 100K അത് വാങ്ങും, ഫിഷിംഗ് റോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൾമോസ്റ്റ് 61K ആയി. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഫുഡ് കഴിഞ്ഞു. അങ്ങോട്ട് അപ്പോൾ ഗൈസ്, എൻ്റെ അടുത്ത് എൻ്റെ ഒരു അനിയത്തിയും കൂടി ഉണ്ട്. ഹായ് പറ. ഹായ് ഗൈസ്. നമ്മളിതാ വീണ്ടും ഇതാണ് 124. ഒരു 40K കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഫിഷിംഗ് റോഡ് വാങ്ങാം. യു ഹാവ് ബെറ്റർ റോഡ് ഇൻ 60K എന്നാണ് പറയുന്നത്. അപ്പോൾ 100K അല്ലേ? ഇവിടെ എഴുതി കാണിക്കണ്ടല്ലോ. നമുക്ക് ഇനി ഇറങ്ങി ഫുഡില്ല. 86K അല്ല 100K ആവുമോ ഗൈസ്? 100K എത്തി. നമുക്ക് എന്തായാലും 140K ആയോ? ഞാൻ 100K ആണെന്ന് വിചാരിച്ചത്. നമ്മളിതാ വീണ്ടും ഫിഷ് ചെയ്യാൻ പോകണം. ഫുഡില്ല. നമ്മൾ വാങ്ങണില്ല. അതെടുക്കുമ്പോൾ മറ്റേ വലിയ മീൻ വരിക, അതിനൊക്കെ ഇതാക്കാൻ പറ്റുന്നില്ല. 148ൻ്റെ ഒരു മീൻ വരുന്നത്, അതിനെ കിട്ടി. വീണ്ടും ചൂണ്ടിടാം.
ഒരൊറ്റ ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ മീനിനെ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ 150K എത്തി. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ പോയിട്ട് ഈ റോഡും വാങ്ങി ഈ 8Kൻ്റെ ഈ ഫിഷും വാങ്ങി. ഇനി മിക്കവാറും വലിയ മീനായിരിക്കും വരിക അല്ലേ? അതെ, ആ മീനിനെ കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇല്ല ഗൈസ്, കിട്ടുന്നില്ല. ഗ്യാപ്പ് കൊടുത്തു. നമുക്കെന്തായാലും ഒരു ഫുഡ് വാങ്ങിയിട്ട് ലാസ്റ്റത്തെ ഒരു മീനിനെയും കൂടിയും പിടിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 114ൻ്റെ ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. ഇതിനെയും കൂടി നമ്മൾ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഇടാൻ പോവാണ്. അങ്ങനെ ഗൈസ്, ടോട്ടൽ നമ്മളതിൽ ബാക്കി 50K ഉണ്ട്.